ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി ചാപ്റ്റർ 27, 27 അധ്യായത്തിൻ്റെ 39. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്നവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഇന്ന് ഏതാണ് ദൈവവചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സമയത്ത് ക്രിസ്തുവിനെക്കുറിച്ച് ഇന്ന് എന്താണ് സംസാരിക്കേണ്ടേ എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു ഭാഗമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്ന് നിന്ന സഹിച്ചൊരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, നമ്മളിപ്പോൾ നോക്കുമ്പം ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, അല്ലേ. എല്ലാത്തിനും മേലായ നാമത്തിന് അധികാരമുള്ളവനായി തീരാൻ കാരണമായത് അവൻ്റെ അനുസരണമാണ്. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ പിതാവിനോട് അവൻ ചെയ്ത അനുസരണം. ഹല്ലേലൂയ, അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമുക്ക് മാതൃക കാട്ടിത്തരുന്നത്, ആമേൻ, സ്തോത്രം. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദൂഷിച്ചു. ദൈവം, നിങ്ങൾ ആ ഒരു ഭാഗം, ക്രൂശീകരണം നമ്മളെപ്പോഴും കത്രിമേശയുടെ സമയത്ത് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഡെയിലി ലൈഫിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ ത്യാഗത്തെ ഓർത്തും, ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി കൊണ്ട അടികൾ, അല്ലേ, അവൻ നമുക്ക് വേണ്ടി ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിനു വേണ്ടി അവൻ എന്ത് ചെയ്തു, ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്നു. ഇതൊക്കെയും എന്തിനു വേണ്ടിയാണ്? നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ദൈവത്തെ എന്നും ധ്യാനിക്കണം. അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവസ്നേഹത്തിൽ നമ്മൾ സൂക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഭാഗങ്ങൾ പറയാം. ക്രിസ്തു, നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം ഇപ്പോൾ ക്രൂശിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ റോമൻ പൗരന്മാരുടെ അടികൾ കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് 5450 മുറിവുകളാണ് യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുൾമുടിയിൽ നിന്ന് 17 മുള്ളുകൾ തറച്ചു കയറി. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരുപാട് അടി കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, 150 kg നീളമുള്ള, അല്ലെങ്കിൽ അതാണ് കുരിശിനെക്കുറിച്ച് അവിടെ അവൻ ചുമന്ന കുരിശിൻ്റെ ഇതാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ ആ കുരിശും ചുമന്നാണ് ദൈവം എന്ത് ചെയ്ത് നമുക്ക് വേണ്ടി ഗൊൽഗോഥയിലേക്ക് കയറിയത്. ആമേൻ, സ്തോത്രം. ഇങ്ങനെ പല വശം 3 പ്രാവശ്യം വീഴുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലേ. പലവിധമായ, 35 പടയാളികളും 50 കുതിരപ്പടയാളികളും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പല രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചീന്തി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ എന്തിനെ ദൈവം ഒന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവനൊന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ തൻ്റെ ദൂതന്മാരെ അവന് വേണ്ടി ദൈവം ഇറക്കിയാണ്. എന്നിട്ട് പോലും അവൻ എന്തിനിത് അനുസരിച്ച്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. ദൈവം ക്രൂശിന്മേൽ ഇങ്ങനെ കടക്കും, അല്ലേ. അവൻ്റെ 2 കള്ളന്മാരുടെ നടുവിൽ യേശു എന്ത് ചെയ്തു? ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, കടന്നു പോകുന്നവരെല്ലാം തല കുലുക്കി അവനെ ദുഷിച്ചു. ആമേൻ, സ്തോത്രം. അവൻ പറഞ്ഞ ചില വാക്കുകൾ
വാക്കുകളെ അവരിട്ടിട്ട് അവനെ കളിയാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെയാ പറഞ്ഞ 3 നാൾ കൊണ്ട് നീ മന്ദിരം പണിയൂല്ലോ, നീ അനേകരെ വിടുവിച്ചല്ലോ, നിനക്കെന്നെ സ്വയം രക്ഷിക്കാൻ കഴിയില്ലേ, നീ ആശ്രയിക്കുന്ന പിതാവ് നിന്നെ വിടുവിക്കുന്ന ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ അല്ലേ, പല രീതിയിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം അവൻ ക്രൂശിന്മേൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അതായത് അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇന്നത്തെ ഈ സമയത്ത് നീ യേശുവിനെ മാറ്റി നിർത്തി ഈ ലോകത്ത് നീ എന്തൊക്കെ ചേർത്ത് കൊണ്ട് നിൽക്കുന്നുവോ, നിന്റെ ഹൃദയത്തോട് ചേർത്ത് യേശുവിനെ മാറ്റിയിട്ട് നീ എന്തെല്ലാത്തെ കൂടുതൽ സ്നേഹിക്കുന്നുവോ, ഇതൊന്നും നീ മരിക്കുമ്പം കൊണ്ടുപോയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു നമുക്ക് കാട്ടിത്തരുന്ന അതാണ്. നമുക്ക് ഈ ലോകത്തുനിന്നൊന്നും കൊണ്ടുപോകാനില്ല. നിന്റെ വിലയേറി നിന്റെ പ്രാണനെ, ആത്മാവിനെ, ഹല്ലേലൂയ സ്തോത്രം അല്ലേ, ഒരു മനുഷ്യ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് നീ മരിക്കുമ്പോൾ ഈ ഇപ്പം നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒന്നിനെ നിനക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നൊരു പരമസത്യം കർത്താവ് ക്രൂശിലൂടെ നമുക്ക് വരച്ചു കാട്ടി തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്ത് ചെയ്തു? പിതാവിങ്കൽ പൂർണ്ണമായി ഏൽപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ചുറ്റിനും നിന്ന പടയാളികളും മറ്റുള്ള പ്രമാണികന്മാരും എല്ലാവരും അവനെ പരിഹസിച്ചു. അവൻ അതോടെ തീർന്നു. യേശു പറഞ്ഞ വാക്കുകളൊക്കെ 3 നാൾ കൊണ്ട് മന്ദിരം പണി, അവൻ തന്നെത്താൻ രക്ഷിച്ചൂടെ, പല രീതിയിൽ അവനെ ദുഷിക്കുമ്പോഴും അവരുടെ വിചാരം ഇവൻ ഇവിടം കൊണ്ട് അവസാനിച്ചു. ഹല്ലേലൂയ സ്തോത്രം അല്ല, ഇവൻ ഇവിടം കൊണ്ട് തീർന്നു എന്ന് അവരെന്ത് ചെയ്യാണ്? വിധി എഴുതുവാണ്. ദൈവത്തിന് വേണമെങ്കിൽ അവരോട് തിരിച്ച് സംസാരിക്കാമായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരിക എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിന് പക്ഷെ എന്തുകൊണ്ട് ദൈവം സംസാരിച്ചില്ല? അവൻ പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. അവൻ അവിടെ സൈലൻ്റ് കീപ്പ് ചെയ്തു. രണ്ടാമത്തെ കാര്യം അതാണ്. ചില സാഹചര്യങ്ങളിൽ പിശാച് നമുക്ക് കോപം വരുത്തുന്ന പല രീതിയിലുള്ള സംസാരങ്ങൾ വന്നേക്കാം. പക്ഷെ ദൈവം ഇവിടെ നമുക്ക് വരച്ചു കാട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ അവിടെ മിണ്ടാതിരുന്നു. ഒരറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അവൻ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. എന്തിനു വേണ്ടിയാണ്? പിതാവിൻ്റെ ഒരു സമയം അല്ലേ, ആ സമയത്തിന് വേണ്ടി അവൻ കാത്തിരുന്നത് പോലെ. ഹല്ലേലൂയ. അവന് വേണമെങ്കിൽ പറയാം, അവനൊരു ദൈവപുത്രനായിട്ട് പോലും അവൻ അവിടെ സൈലൻ്റ് കീപ്പ് ചെയ്തെങ്കിൽ ഞാനും നീയും ദൈവമക്കളാകുമ്പോൾ ഈ ലോകക്കാരെ നിന്നെ ദുഷിച്ചിട്ടുണ്ടായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചൊരു കുടുംബമായിരിക്കാം നിൻ്റേത്. നിന്നെ പല പരിഹാസികൾ അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ബന്ധുക്കളായ നിൻ്റെ സ്വന്തം കൂടപ്പറപ്പുകൾ നിന്നെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം, നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അവരോട് എതിർത്ത് പറയാനല്ല ദൈവം ഇവിടെ നമ്മൾക്ക് ക്രൂശിന്മേൽ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ബി സൈലൻ്റ്. ഹല്ലേലൂയ. ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. അന്ന് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നീ മിണ്ടാതിരുന്ന് അവൻ്റെ പ്രവർത്തികളെ ധ്യാനിച്ചു, അവൻ്റെ അത്ഭുത പ്രവർത്തികളെ നമ്മൾ ധ്യാനിക്കണം. ആമേൻ സ്തോത്രം. യേശു മിണ്ടാതിരുന്ന് അവരുടെ ദൂഷണം നിറഞ്ഞ വാക്കുകൾ അവർ സംസാരിച്ചപ്പോഴും അവൻ എന്ത് ചെയ്തില്ല? ഒരക്ഷരം മിണ്ടാതെ ക്രൂശിൽ ഒരു അനുസരണയുള്ളൊരു മകനായി അവൻ തീരണമെങ്കിൽ, ഒരു അനുസരണയുള്ളൊരു മകനായി അവൻ തീരണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അവനൊരു അനുസരണയുള്ളൊരു മകനായി തീരണമെങ്കിൽ, ഹല്ലേലൂയ, അവൻ ആ ക്രൂശിൽ ആ പിതാവിന് തൻ്റെ അനുസരണ ദൈവവചനം പറയണം. അവൻ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ആമേൻ സ്തോത്രം തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഞാനും നീ എത്രമാത്രം അനുസരണയുള്ളവരായി തീരണം അല്ലേ? ദൈവവചനപ്രകാരം നമ്മൾ എന്തുമാത്രം അനുസരണയുള്ളവർ. അപ്പം അവൻ എന്ത് ചെയ്തു? ക്രൂശിന്മേൽ അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ കരത്തിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെ തന്നെയാണ് നിന്നെ ആരെങ്കിലും, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കുടുംബമാണ് നിൻ്റെ എങ്കിൽ, ആമേൻ, നിന്നെ ഇപ്പോഴും നിന്ദിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ട്, ദൈവവചനം പറയാണ് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലേ മതിയാവത്തുള്ളൂ. ആമേൻ സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ കഷ്ടം അനുഭവിച്ചാലേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ വചനപ്രകാരം അവിടെ പറയാണ്, ഞാൻ ദുഷിച്ചു, അവനെ പല വാക്കുകളാൽ കൂടി നിന്നവർ യഹോവയെ ദുഷിച്ചു, യേശുവിനെ ദുഷിക്കുവാനിടയായപ്പോൾ അവൻ മിണ്ടാതിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ പോലും അവൻ എന്ത് ചെയ്തു? സൈലൻ്റ് കീപ്പ് ചെയ്തുവെങ്കിൽ അവൻ നമുക്ക് മാതൃക കാട്ടി തരികയാണ്. നമ്മളെ ദുഷിക്കുന്നവരോട് നിന്ദിക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യും? പകരം വീട്ടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അവൻ പറഞ്ഞ
പറഞ്ഞ പ്രകാരം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് വലിയ ഇരുട്ടുണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. ആമേ സ്തോത്രം. അവൻ്റെ അവസാനമായെന്ന് കരുതിയ പരീശന്മാരെയും അവരുടെ നടുവിൽ ഹാലലൂയ അവരുടെ കണ്ണുകളാൽ അവർ ചിലത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ പരിഹസിച്ച ചില നാക്കുകൾ ആമേ സ്തോത്രം അവരുടെ കണ്ണുകൾ ചിലത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ആ കാഴ്ച, ആ അത്ഭുതങ്ങൾ എങ്ങനെയാണ് നടന്നതാ? ദൈവപുത്രൻ ഹാലലൂയ ഒരു അനുസരണയുള്ളൊരു മകനായി തീർന്നത് കൊണ്ടായിരിക്കാം. ആമേ സ്തോത്രം. അവനൊരു അനുസരണയുള്ള മകനായി പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതാ? ഭൂമി പിളർന്നു. ഹാലലൂയ. അവിടെ പറയാണ് ഭൂമി കുലുങ്ങി, ആ പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. ഹാലലൂയ. നിദ്ര പ്രാപിച്ച ചില വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. ഇതെങ്ങനെ നടന്നു? അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു അത്ഭുതങ്ങൾ. യേശു അവൻ്റെ പ്രാണൻ എടുക്കേണ്ട സമയമായപ്പോൾ ചില അത്ഭുതങ്ങൾ, ചില കല്ലറകൾ തുറന്നു. ഹാലലൂയ സ്തോത്ര. ആമേ സ്തോത്ര. അപ്പോൾ എന്ത് ചെയ്തു? പല ശതാധിപനോ യേശുവിനെ കാത്തു നിന്ന് ഒരു ഭൂകമ്പം മുതലായി സംഭവിച്ചു കണ്ടിട്ട് ആ പരിഹസിച്ചവരുടെ നാക്കുകൊണ്ട് അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു, അവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന്. ഹാലലൂയ സ്തോത്ര. ഇന്നും എന്നോടും നിന്നോടും ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ? അവൻ യേശു ദൈവം തന്നെ ആണോ എന്ന് ചോദിക്കുന്നവരോട് നമുക്കൊന്നേ പറയാം, ഈ ലോകത്തൊരു പ്രവാചകൻ മരിച്ചിട്ട് ഹാലലൂയ കല്ലറകൾ തുറന്നിട്ടില്ല. ഹാലലൂയ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അവൻ്റെ പ്രാണൻ അവനെ വിട്ടുപോകുമ്പോൾ ഹാലലൂയ സ്തോത്ര എവിടെ പറയണം? ഭൂമി കുലുങ്ങി. ഹാലലൂയ പാറകളൊക്കെ പിളർന്നു, കല്ലറകൾ തുറന്നു. ഹാലലൂയ സ്തോത്ര. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, അവനെ ദുഷിച്ചവരെ കൊണ്ട് നല്ലത് പറയാം. അവൻ ദൈവപുത്രൻ എന്ന് അവർ പറയണമെങ്കിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന ചില സാഹചര്യങ്ങളിൽ, ചില ജീവിത സാഹചര്യങ്ങളിൽ നീ മിണ്ടാതിരുന്ന ഹാലലൂയ, നീ ചിലപ്പോൾ നിനക്ക് തന്നെ തോന്നുമായിരിക്കാം, ഞാൻ എന്നെ ഒരു പൊട്ടിയാണ്, ഹാലലൂയ ഇവരെന്നെ ഇത്രയ്ക്ക് ദ്രോഹിച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? ഹാലലൂയ സ്തോത്ര. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു, അവൻ്റെ കരങ്ങളിലേക്ക് നീ അതിനെ വിട്ടുകൊടുക്കുക. ദൈവം നിനക്ക് വേണ്ടി വാദിക്കുന്നു. ദൈവകോടതിയിൽ ദൈവം നിനക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഇതിന് ശേഷം ഇതുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞവർക്ക് ഹാലലൂയ ഇതിന് ശേഷം ഈ ഒരു ഭാഗം തുടരുകയാണ്. ഹാലലൂയ സ്തോത്ര. അവൻ മരിച്ചു എന്ന്, അവൻ്റെ പ്രാണൻ അവനെ വിട്ടുപോയെന്ന് അറിഞ്ഞു. അവനെ കല്ലറയിൽ വെച്ചു. എങ്കിൽ കർത്താവേ സ്തോത്രം സ്തോത്രം. അവിടെ പറയുകയാണ്, ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് ഇനി ഇവന് ഉയർത്തെഴുന്നേക്കുമോ എന്ന് പരീശന്മാർ പേടിച്ചിട്ട് അവനെ എന്ത് ചെയ്തു? വലിയ കാവൽ കൂട്ടത്തെ തരാം, നിങ്ങൾ എന്ത് ചെയ്യണം? കാവൽ എന്ത് ചെയ്യും? നിങ്ങളാകുന്നോടത്രയും നിങ്ങൾ ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവനെ എന്ത് ചെയ്തു? ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. റോമൻ പൗരന്മാർ മുദ്ര വെച്ചു, കാവൽ കൂട്ടത്തെയൊക്കെ നിർത്തി. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ഹാലലൂയ ഇവിടെ പറയുന്ന ഒരു വാചകമുണ്ട്. ഹാലലൂയ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ കേൾക്കുവാനായിട്ട് ഇടയാൻ. പെട്ടെന്ന് ആ ഭാഗങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ആമേ സ്തോത്ര. ഹാലലൂയ. അവൻ ക്രൂശിന്മേൽ അവൻ തീർന്നു എന്ന് തീരുമാനിച്ച ജനതയുടെ നടുവിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും എനിക്കും നിനക്കും വേണ്ടി ജീവിക്കുന്നു. ഹാലലൂയ സ്തോത്ര. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹാലലൂയ. നിന്റെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ സ്തോത്ര. അവൻ അങ്ങനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു എന്നിവിടെ പറയാണ്. ശിഷ്യന്മാർ അവനെ അന്വേഷിപ്പാൻ വന്നു. അപ്പോഴത്തേന് പറയാൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത് എന്താണ്? ആ ക്രൂശിന്മേൽ ദൈവം നമുക്കൊരു മാതൃകയായി തീരുകയാണ്. സ്തോത്ര. അവൻ നിന്ന സഹിച്ചുവെങ്കിൽ, അവൻ പരിഹാസം ഏറ്റുവെങ്കിൽ അത് എൻ്റെ നിൻ്റെ ഹാലലൂയ അവനൊരിതുണ്ട്. ദൈവം അവനെ വിട്ടു, അല്ലെങ്കിൽ യഹോവയായ പിതാവ് അവനെ വിട്ടു എന്നൊരു വാസ്തവത്തിൽ അവനൊരു ഹൃദയത്തിൽ നിശ്ചയമുണ്ടായിരുന്നു. അവൻ നല്ലൊരു മകനായി തീർന്നുവെങ്കിൽ അവനെ ദൈവം എല്ലാറ്റിനും, ഈ ലോകത്തിലെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന ഒരു ദിവസം വരെ എല്ലാ നാവും യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും. ഹാലലൂയ. ആമേ സ്തോത്രം. അന്ന് അവനെ കർത്താവെ യേശുവിനെ അന്ന് തള്ളിപ്പറഞ്ഞവർ ഇന്നും തള്ളിപ്പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവർ പറയുന്നവരുടെ എല്ലാം നാവ് കൊണ്ട് യേശു കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയേണ്ട ഒരു ദിവസം വരും. ഹാലലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും നിന്ന സഹിക്കുന്നവരാണ്, കുടുംബമായി നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ട്
ബന്ധുക്കൾ നിങ്ങളെ പരിഹസിക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ നിരാശപ്പെട്ടു പോവല്ല, ഭാരപ്പെട്ടു പോവല്ലേ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നു വരും. ഹല്ലേലൂയ. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യമാണിത്. ആമേൻ, സ്തോത്രം. അവൻ രാജാവാകുന്നു. അവനെ കർത്താവിനെ അനേക വാക്കുകൾ കൊണ്ട് അവർ ദുഷിപ്പിച്ചപ്പോൾ അവൻ മിണ്ടാതിരുന്ന ഒരു പുത്രൻ ഹാലിൽ അനുസരണയുള്ളൊരു മകനായി തീർന്നതുപോലെ ഹല്ലേലൂയ, ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്കും ഒരു അനുസരണയുള്ള ഒരു മകനായി തീരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് മാറ്റമില്ലാത്ത വചനമാണ്. ഇത് പറഞ്ഞാൽ തീരത്തില്ല ഈ വചനങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ നീ നിന്ദിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നീ ദൈവത്തിന് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷ നിങ്ങൾ സ്വീകരിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കുവാനുള്ളൊരു ജീവിതമല്ല ഇത്. ഹാലിൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. ദൈവം അതാ പറഞ്ഞത്, ലോകം എന്നെ കൈക്കൊണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെയും കൈക്കൊള്ളുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ലൈഫിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും, എൻ്റെ യേശുവിന് അത് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യുന്നില്ല എന്ന് നീ മാറ്റി വെച്ചിട്ട് ചെറിയ മൈന്യൂട്ട് തിങ്സിൽ അതിന് വരെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. ആമേൻ, സ്തോത്രം. അല്ലാതെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ഈ ലോകക്കാർ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ടല്ല യേശു നിന്നെ എന്നെയും വിളിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മൾ വേറിട്ട് ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.